നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഊരെന്ന് പറയുന്നത് മുത്തോടാണ്. എൻ്റെ വലിയമ്മയൊക്കെ താമസിക്കുന്നത് തൊട്ടടുത്തായ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് പൊടിയം എന്ന് പറയുന്ന ഊരിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് പൊടിയം ഊരിലാണ്. നമ്മുടെ വലിയമ്മയുടെ വീടും പിന്നെ അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാഹുലിൻ്റെയൊക്കെ വീട്ടിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുക്കുച്ചിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണേ. അപ്പം ഈ ഭാഗത്ത് തങ്ങ് കണ്ട പൊങ്ങി കാണുന്ന ആ ഒരു ഭാഗത്താണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 2-3 സുഹൃത്തുക്കളൊക്കെ എൻ്റെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിനങ്ങനെ വരാനൊന്നും ആർക്കും സാധിക്കത്തില്ല കേട്ടോ. ഇവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ വൈകുന്നേരം മുക്കുച്ചിക്കുന്നിൽ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതാ ഈ ഭാഗത്ത് സൂര്യൻ, ഈ ഭാഗത്തായിട്ട് സൂര്യൻ അങ്ങനെ അസ്തമിച്ച് കടലിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ആകാശത്തിൻ്റെ കാഴ്ചകളും പിന്നെ അതുപോലെ ഈ ഭാഗത്ത് പോണക്കാട് മലനിരകൾ, അട്ടയാറ്, പിന്നെ പാണ്ടിപ്പത്ത് മലനിരകൾ, പിന്നെ നാച്ചിയാർമോട്ട, പിന്നെ അതുപോലെ അട്ടയാറ്, അങ്ങനെ നിരവധി ആയിട്ടുള്ള മലനിരകൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഫ്രണ്ടിൽ ഏറ്റവും ഉയർന്നു കാണുന്ന മലയെന്ന് പറയുന്നത് അഗസ്ത്യാർകൂടമാണ്. ഫ്രണ്ടിലൊരു താഴെ ഭാഗത്തൊരു വെള്ള കാണുന്നത് നമ്മുടെ പരണ്ടോട് എന്ന് പറയുന്ന ഒരു ഊരിലെ ഒരു വീടാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് മുക്കുച്ചിക്കുന്നിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിന്ന് പോകുന്നത് അതാണ്ട് ഈ കാണുന്ന സ്പ്ലണ്ടർ ബൈക്കിലാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ ബൈക്കാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ട്രക്കിംഗ് ആയാലും എൻ്റെ വ്ളോഗിങ് ആയാലും അതിനൊക്കെ ഉപകാരപ്പെടുന്നത് ഈ ഒരു ബൈക്കാണ്. കാരണം ഇതിനകത്താണെങ്കിൽ കുറച്ച് പെട്രോൾ അടിച്ചാൽ മാത്രം മതി, നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പൊടിയത്തേക്ക് ഈ കാണുന്ന ബൈക്കിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ അവിടെ നിലവിൽ വണ്ടി വരത്തില്ല. എൻ്റെ വീട്ടിന് താഴെയുള്ള എൻ്റെ കൊച്ചിച്ചൻ്റെ വീടിൻ്റെ അവിടെ വണ്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് കയറി നടക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പട്ടാണിപ്പാറ ഊരിൽ നിന്നും മണ്ണാംകോണിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഞാനിത് വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം 2 സൈഡിലും കുരുമുളകിൻ്റെ കൃഷിയൊക്കെയാണ് ഈ ഒരു ഊരിലൊക്കെ പ്രധാനമായിട്ടുള്ളത്. ഈ പട്ടാണിപ്പാറ എന്ന് പറയുന്ന ഊര് ഒരു കുന്നിൻ്റെ താഴെ കിടക്കുന്ന ഒരു ഊരാണ്. ഞങ്ങളുടെ ഊരെന്ന് പറയുന്നത് കുന്നിന് ടോപ്പിൽ കിടക്കുന്ന ഊരാണ്. അപ്പോൾ പട്ടാണിപ്പാറ ഊരെന്ന് പറയുമ്പോൾ തേരിയൊന്നും അധികമില്ല, ഫുള്ള് നിരപ്പാർന്ന പ്രദേശത്തു കൂടെയാണ് ഈ ഒരു ഊരിലെ വീടുകളും ഒക്കെ ഇരിക്കുന്നതും. ഈ ഒരു ഊരിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഫുൾ നിരപ്പാർന്നൊരു പ്രദേശത്തു കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ ബാക്കിയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ളതും ആൾക്കാർ കിടക്കുന്നതും ഒക്കെ നിരപ്പാർന്ന പ്രദേശമാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് കൊടിയരപ്പാറയാണ്. അപ്പം ഈ ഒരു പാറയിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കരകവിഞ്ഞൊഴുകി പോകും. അത് കഴിഞ്ഞ് കുറച്ച് മുൻപിലേക്ക് വരുമ്പോഴാണ് മണ്ണാംകോണം എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പം പോകുന്ന ഈ ഒരു കൊടിയരപ്പാറയുടെയൊക്കെ 2 സൈഡും നല്ല മഴയൊക്കെ പെയ്ത് നല്ല തീർത്ത് കിടക്കുന്ന സമയമാണെങ്കിൽ നല്ല പച്ചപ്പായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങ് പൊങ്ങിക്കാണുന്ന മലയ്ക്ക് മുകളിലായിട്ട് വരും കേട്ടോ എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞാനിങ്ങനെ മണ്ണാംകോണം എത്തിയിട്ടുണ്ട്. മണ്ണാംകോണം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഒരു 2 കിലോമീറ്ററാണ് പൊടിയത്തേക്കുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ എനിക്ക് വീട്ടിൽ നിന്നും എൻ്റെ വലിയമ്മയുടെ വീടായിട്ടുള്ള പൊടിയം ഊരിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ടുള്ള സമയമെന്ന് പറയുന്നത്. ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ മണ്ണാംകോണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ നിന്നാണ് വ്ളാവിള, കുന്നത്തേരി, പാറ്റാമ്പാറ, ആമോട്, ചെറുമാങ്കൽ എന്നീ ഊരുകളിലേക്കൊക്കെ പോകുന്ന റോഡുകളും ഒക്കെ തിരിയുന്നത് മണ്ണാംകോണത്ത് നിന്നുമാണ്. അതിനു പുറമെ നമ്മുടെ ഊരിലേക്കും പോകുന്ന റോഡുകളൊക്കെ തിരിയുന്നതും ഈ മണ്ണാംകോണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി സ്ഥലമാണ് മണ്ണാംകോണം എന്ന് പറയുന്നത്. വലിയമ്മേരെ വീടൊക്കെ എന്ന് പറയുന്നത് ഇതാണ്ട ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാംകോണിന് തൊട്ടിപ്പുറത്താണ്. ഇവിടെ നിന്ന് അഗസ്ത്യാർകൂടത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഒരു 3 കിലോമീറ്ററാണ്. മണ്ണാംകോണത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പൊടിയം എന്ന് പറയുന്ന ഒരു ഊരിലെത്താം. ആ ഊരിലാണ് എൻ്റെ വലിയമ്മയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവരുടെ വീടും അവിടുത്തെ പരിസര കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മണ്ണാംകോണിൽ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം യാത്രയുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന അടുത്ത സ്ഥലമായിട്ടുള്ള കല്ലറപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് നമ്മുടെ മണ്ണാംകോണിലാണ്. പണ്ട് ഈ ഒരു സ്ഥലത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് മഴ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ റോഡിനായിട്ട് ഫണ്ട് അനുവദിക്കുകയും അങ്ങനെ റോഡ് മോശപ്പെട്ട് കിടന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഊരി നിവാസികളെല്ലാവരും കൂടി ചേർന്ന് സമരം ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടാണ് പഞ്ചായത്ത് ഈ ഒരു റോഡ് ഈ ഒരു പരുവമാക്കി തന്നിട്ടുള്ളത്. അത് ഏകദേശം ഇവിടെ ഒരു 150 മീറ്റർ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് മുന്നിലേക്കുള്ള വഴികളെല്ലാം
നമ്മൾ പ്രധാനമായിട്ടും മിക്ക വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ വളരെ ഗട്ടർ പിടിച്ചതും വളരെ മോശമായിട്ട് കിടക്കുകയാണ്. നമ്മളിപ്പം പോകുന്ന വഴികളുടെ രണ്ട് സൈഡും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ് വശം എങ്ങനെയാണെന്ന്. ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഭയങ്കരമായിട്ടുള്ള വേനലാണ്. ഈ ഒരു വേനലടിക്കുന്ന സമയത്ത് കാട്ടുതീ ഇടാറുണ്ട്. അതായത് വന്യമൃഗങ്ങൾക്ക് ആഹാരങ്ങൾ കുറവാകുന്നത് കൊണ്ട് തന്നെ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡുകളിലൊക്കെയുള്ള ചെറിയ ചെറിയ പുൽമേടുകളൊക്കെ കത്തിക്കും. ഇത് കത്തിക്കുന്നതിലൂടെ പുല്ലുകൾ തിളിർക്കുകയും അതിലൂടെ വന്യമൃഗങ്ങൾ ഈ ആഹാരം കഴിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ഈ രണ്ട് സൈഡും തീയൊക്കെ ഇടുന്നത്. ഇത്രയും കൊടും വനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ പോകുമ്പോൾ കുറച്ച് മുന്നിലാണ് കല്ലറപ്പാറ എന്ന് പറയുന്ന സ്ഥലം. കല്ലറപ്പാറയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നല്ല പുൽമേട് പോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ വെയിലൊക്കെ അടിച്ച് പോയിട്ട് ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന ഒരു അത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. അവിടുത്തെ ആ ഒരു കാഴ്ചയും ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക തണുപ്പും. അവിടെ മിക്ക സമയത്തും വെള്ളം കാണും കേട്ടോ ഈ ഒരു കല്ലറപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. മിക്ക വേനലിലും ആരെങ്കിലുമൊക്കെ ദാഹിച്ച് വന്നു കഴിഞ്ഞാൽ ദാഹമകറ്റാനൊക്കെ എല്ലാവരും പ്രധാനമായിട്ട് ഈ ഒരു റൂട്ടിൽ ആശ്രയിക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പം കാണിച്ചു തരാം. ഈ ഒരു സ്ഥലമാണ് കേട്ടോ കല്ലറപ്പാറ എന്ന് പറയുന്നത്. കാണുന്ന സ്ഥലമാണ് കല്ലറപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ടിൽ വെള്ളം കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വെള്ളം പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ ഇവിടെ ഒരു പാറയാണ്. അതുപോലെ ഈ സൈഡ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാടിൻ്റെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് മുന്നിലേക്കാണ്. ഇവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടിൽ പോകുമ്പം അടുത്ത സ്ഥലമെന്ന് പറയുന്നത് പാണുംപാറയാണ്. കല്ലറപ്പാറ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥലമെന്ന് പറയുന്നത് പാണുംപാറയാണ്. പാണുംപാറ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് പേടിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാർക്ക്. കാരണം ഈ ഒരു സ്ഥലത്തൂടെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമായിട്ടുള്ളൊരു ആനത്താര എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ ഇപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്ന ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടെയൊക്കെ വളരെ മോശമായിട്ടാണ് കേട്ടോ ഗട്ടറായിട്ട് കിടക്കുന്നത്. ഇതിലെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല നിരപ്പാർന്ന റോഡാണെങ്കിലും പുറകിൽ കണ്ട അതുപോലുള്ള ഗട്ടർ പിടിച്ച വളരെ മോശമായിട്ട് കിടക്കുന്ന റോഡുകളും ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് കുറച്ച് മുൻപിൽ ചെല്ലുമ്പോഴാണ് ഈ ഒരു പാണുംപാറ എന്ന് പറയുന്ന സ്ഥലം. പണ്ട് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഈ നിൽക്കുന്ന മരത്തിൽ വണ്ടിയൊക്കെ ഇടിച്ച് ചെറിയ രീതിയിലുള്ള ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഇറക്കമാണ്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു കുഞ്ഞിറക്കത്തിൻ്റെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എത്രത്തോളം മനോഹരമായിട്ടാണ് ഈ കാണുന്ന പ്രകൃതി നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഓരോരോ അന്തരീക്ഷവും ഓരോ മരങ്ങളും ചെടികളും ഒക്കെ എന്ന്. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന പാണുംപാറ എന്ന് പറയുന്നത്. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇത്തരത്തിൽ കിടക്കുന്നത്. മഴയായി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഈ ഒരു റോഡിലൂടെയൊക്കെ പോകുമ്പം പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് എനിക്ക് പെട്ടെന്ന് ടൗണിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഊരുകളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആവശ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകൾ നല്ല രീതിക്ക് നിർമ്മിച്ചു തരിക എന്നുള്ളതാണ്. ഇതുവരെയും അത്തരത്തിൽ റോഡുകളൊന്നും നല്ല രീതിക്ക് നിർമ്മിച്ചു തരാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നിങ്ങൾ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ദാ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ പാണുംപാറ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. താഴെ ഒരു സൈഡിലായിട്ടൊരു ചെക്ക് ഡാമുണ്ട്. അപ്പോൾ അതാ ഇവിടെ കണ്ട ചെറിയൊരു വെള്ളം കിടക്കുന്ന ഈ ഭാഗത്തൊക്കെ മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗങ്ങളാണ്. പിന്നെ ഇതിലെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ മുൻപിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതിക്ക് കോൺക്രീറ്റ് ഉണ്ട്. പിന്നെ അതിന് മുകളിലൊരു തേരിയുണ്ട്, പാണുംപാറ തേരി. ആ പാണുംപാറ തേരിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഗട്ടറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വലിയമ്മയുടെയൊക്കെ വീടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുവാണേ. കല്ലറപ്പാറയിൽ നിന്ന് പാണുംപാറ വരെ ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ വണ്ടി കയറി പോകത്തുള്ളൂ, കാരണം കയറ്റമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഗട്ടറുമാണ്. ശരിക്കും നമ്മുടെ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ പ്രധാനമായിട്ടും ഏകദേശം ഒരു 2 ലിറ്ററോളം പെട്രോളെങ്കിലും വേണ്ടി വരും കോട്ടൂരിൽ നിന്ന് വീട് വരെ പോകുമ്പോൾ. കാരണം മിക്ക സ്ഥലങ്ങളിലും ഫസ്റ്റ് ഗിയർ വെച്ചിട്ട് മാത്രമാണ് നമുക്ക് കയറി പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോൾ നല്ല രീതിക്ക് പോകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ കാണുന്ന തേരി ഭയങ്കര കിടിലൻ തേരിയാണെന്ന്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കട്ടറൊക്കെ ഇളവി അങ്ങനെ മോശമായിട്ട് കിടക്കുന്ന ഒരു തേരിയാണ്. സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ എപ്പോഴും അപകടം സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നൊരു തേരിയാണ്. കണ്ടോ ഇവിടുത്തെ കട്ടറുകളൊക്കെ കണ്ടോ, വളരെ മോശമായിട്ട് കിടക്കുകയാണ് ഈ ഒരു റോഡ് കേട്ടോ. നമ്മളൊരിടയ്ക്ക് സമരം ചെയ്തിട്ട് പോലും ഈ ഒരു റോഡ് ആരും തന്നെ തയ്യാറാക്കി തന്നില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓഡിയൻസെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ.
ശരിക്കും ഈ പാണമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കാട്ടിനുള്ളിലൂടെ പൊക്കഴിഞ്ഞാൽ വലിയമ്മയുടെയൊക്കെ വീട് അടുത്താണ്. പക്ഷേ കാട്ടിനുള്ളിലൂടെ വഴിയൊന്നുമില്ല. അതുപോലെ ആനകളൊക്കെ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു കയറ്റമാണ്. ഈ ഒരു കയറ്റമൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചെളി കയറി കിടക്കും. ഞങ്ങളുടെ ഊരിലൊക്കെ ഇങ്ങനെ റൊയേഷനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതെല്ലാം ഈ ഒരു തേരിയിലൊക്കെ കയറാതെയൊക്കെ കിടന്ന് അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു 300 മീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴി തന്നെ കുറച്ച് മുന്നിൽ സഞ്ചരിക്കുമ്പോൾ പിന്നെ വീടുകളൊക്കെ ആയി. ഇത്രയും സമയം നമ്മൾ മണ്ണാങ്കോണം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കെട്ടിടവും വീടുകളൊക്കെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 2.5 കിലോമീറ്റർ മുൻപിലാണ് പൊടിയം എന്ന് പറയുന്ന ഊരുള്ളത്. അപ്പോൾ പൊടിയം ഊരിൽ പിന്നെ കൊൻപുടി ഊര്, അങ്ങനെ ഈ ഊരുകളിലെല്ലാം അത്യാവശ്യം ആൾക്കാരുണ്ട്. അവിടെ ഏകദേശം ഒരു 200ഓളം കുടുംബങ്ങൾ ഈ കൊൻപിടി, പൊടിയം, പിന്നെ കമലകം, അങ്ങനെ 3 സെറ്റിൽമെൻറ്റാണ് നമ്മളിപ്പം പോകുന്ന ഈ ഒരു കാട് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്നത്. ഈ നമ്മൾ പോകുന്ന വഴിയിൽ ഏകദേശം കുറച്ചൊറ്റ നല്ല നിരപ്പാണ്. അതാണ് ഈ ഒരു സ്ഥലം. ഇവിടെയൊന്നും പിന്നെ കോൺക്രീറ്റ് ഒന്നും ചെയ്ത് തന്നില്ലെങ്കിലും പ്രശ്നമില്ല. അത്യാവശ്യം നല്ല പാടുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് തന്നെ അവരുടെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് മാറും എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഗട്ടർ പിടിച്ച് കിടക്കുന്ന വഴികളാണ്. വഴികൾ ഗട്ടർ പിടിച്ച് കിടക്കുന്നതായാലും വഴിക്ക് സൈഡിലുള്ള പച്ചപ്പും ഇവിടുത്തെ പ്രകൃതിയും അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് തൊട്ട് താഴെ ചെല്ലുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമരം ചെയ്ത് നമ്മളൊരു റോഡ് കോൺക്രീറ്റ് ചെയ്ത്, അതോടൊപ്പം ഉള്ളൊരു കോൺക്രീറ്റ് നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു സ്ഥലം കഴിഞ്ഞ് തൊട്ട് താഴെ ചെല്ലുമ്പോൾ അതിൻ്റെ ബാക്കി കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഊരിൽ അങ്ങനെ ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്തു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തുമ്പിത്തേരി മട എന്നാണ്. നമ്മുടെ നാട്ടിൽ മടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കകളാണ്. ഈ ഒരു സ്ഥലം കുറച്ച് താഴെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് തുമ്പിത്തേരി മട എന്ന് പറയുന്നത്. നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത ഒരു റോഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ശരിക്കും പഞ്ചായത്തിന് മുമ്പിൽ വെയിലൊക്കെ കൊണ്ട് വളരെ മോശം അവസ്ഥയിൽ വിശന്നൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മൾ നേടിയെടുത്തതാണ് ഈ കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഈ കോൺക്രീറ്റ് തുടങ്ങുന്ന ഭാഗമാണ് കൊമ്പിടി എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് പൊടിയം, പിന്നെ കുറച്ചപ്പുറത്ത് കമലകം, അയ്യപ്പൻകോണം, അങ്ങനെ 4 ഊരുകളാണ് ഈ ഒരു സ്ഥലത്ത് അടുത്തായിട്ട് കിടക്കുന്നത്. നമ്മൾ പോകുന്ന വഴികളുടെ ഇടത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഭാഗങ്ങളിൽ മരങ്ങളൊന്നുമില്ല. ആ ഭാഗമാണ് കൊക്ക എന്ന് പറയുന്നത്. അതിന് താഴെ കൂടെയാണ് നമ്മുടെ ഊരിൽ നിന്നും ഒഴുകുന്ന പൊത്തോട് എന്ന് പറയുന്ന തോട് ഒഴുകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കാട്ടാന വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പച്ച നെറ്റുണ്ടല്ലോ, ഈ മുൻപിൽ നമ്മൾ എത്തുമ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്ന പച്ച നെറ്റിൻ്റെ അകത്ത് കിടന്ന കപ്പ, വാഴ, അത്തരത്തിലുള്ള കൃഷികളൊക്കെ ആണെങ്കിൽ കാട്ടാന വന്ന് കഴിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയൊക്കെ ഒരു അധിവാസം എന്ന് തന്നെ പറയാം ഞങ്ങളുടെ ഊരുകളിൽ. അപ്പോൾ നമ്മൾ കൊമ്പിടിയിലെത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരം കാട്ടിനുള്ളിലൂടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യ വീടാണ് ആ കാണുന്ന വീടെന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് മുൻപിലേക്ക് ചെന്നിട്ട് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് എൻ്റെ വലിയമ്മയൊക്കെ കിടക്കുന്ന സ്ഥലം. അതായത് ഈ കാണുന്ന റോഡിന് ഇടതുവശം പൊടിയവും വലത്തേ വശത്ത് കിടക്കുന്ന വീടുകളുള്ള ഭാഗത്തിന് കൊമ്പിടി. അങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റ് പ്രകാരം പറയുന്നത്. ഇപ്പം ഞാൻ കണ്ട ഇടത്തേക്ക് തിരിഞ്ഞാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് ഏകദേശം 10-50ഓളം കുടുംബങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ടുമുകളിൽ അയ്യപ്പൻകോണം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തും അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു 10-20ഓളം കുടുംബങ്ങൾ അവിടെയും ഉണ്ട്. പിന്നെ കമലകമൂര്, അത് സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് കമലകമൂര്. ആ ഊരിൽ ഏകദേശം ഒരു 85ഓളം കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 10-200ഓളം കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്ന 4-5 ഊരുകളാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ വലിയമ്മയുടെ വീട്. ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല രീതിക്കുള്ള വീടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഊരുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ വീടുകളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അവരുടെ വീട്ടിലേക്ക് പോകുമ്പം പ്രധാനമായിട്ടുള്ളൊരു തോടാണ് ഇതും. ഇതിൻ്റെ അപ്പുറത്തൊരു തോട്. ഈ 2 സ്ഥലങ്ങൾ ഭയങ്കരമായിട്ട് ഗട്ടർ പിടിച്ച് കിടക്കുകയാണ്. വലിയമ്മയുടെയൊക്കെ വീടിൻ്റെ അങ്ങോട്ട് പോകുമ്പം പ്രധാനമായിട്ടും ഈ കാണുന്ന ആറുണ്ടല്ലോ, ഇത് നമ്മുടെ ഊരിൽ നിന്ന് വരുന്നതാണ്. പാണമ്പാറ വഴിയൊക്കെ വരുന്നതാണ് ഈ ഒരു തോടെന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പൊത്തോട്, ആ ഒരു തോടാണ് ഇവിടെ വന്നിട്ട് 2ആയിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കുന്ന കുറേ വീട്ടുകാരുണ്ട്. ഇവർക്കൊന്നും ഈ ഒരു ആറ് മുറിച്ച് കിടക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ ഒരു തോട്ടിലൂടെ വെള്ളം ഇറങ്ങുന്നത്. നമ്മുടെ ഊരായിട്ടുള്ള പൊത്തോട്, പട്ടാണിപ്പാറ, അതുപോലെ ആമോട്, അങ്ങനെ നിരവധി ഊരുകളിൽ നിന്നൊക്കെ വീഴുന്ന വെള്ളമെല്ലാം ഈ കാണുന്ന തോട്ടിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഇത് പൊടിയുമായിട്ടുണ്ട്. ഈ 2 സൈഡിലും ഏകദേശം കുറേ വീടുകളുണ്ട്. ഈ വലത്തെ സൈഡിലൊക്കെ നെറ്റിട്ട് വളച്ചു വെച്ചിരിക്കുന്ന ഇതിനകത്തും വീടുകളുണ്ട്.
ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മുൻപിൽ പോകുമ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മുൻപിൽ ഈ കാണുന്നതൊക്കെ നമ്മുടെ വലിയമ്മേരെ മക്കളുടെ വീടാണ്, നമ്മുടെ അണ്ണൻ്റെയൊക്കെ വീടാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് മുൻപിൽ പോകുമ്പോഴാണ് വലിയമ്മയുടെയൊക്കെ വീടെന്ന് പറയുന്നത്. വലിയമ്മയൊക്കെ കിടക്കുന്നതും ഒരു തോട്ടിൻ്റെ സൈഡിലാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ടാർപ്പായിട്ട ഷീറ്റുകളും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കൃഷികളും വാഴകളും പിന്നെ അത്തരത്തിലുള്ള കൃഷികളൊക്കെയാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വീട് കഴിഞ്ഞാൽ ഇനി അടുത്ത വീടെന്ന് പറയുന്നതാണ് വലിയമ്മയുടെയൊക്കെ വീടെന്ന് പറയുന്നത്. അത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞതാ വളഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇതൊരു തോടാണ്, ഇവിടെ മഴ പെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കയറും. അപ്പോൾ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ചെല്ലുന്നതാണ് വലിയമ്മയുടെയൊക്കെ വീടെന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കൊക്കോ കാറ്റിൻ്റെ സൈഡിൽ നട്ടിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയാണ്. ഇതാ ഇവിടെയാണ് അവരുടെ വീട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം വലിയമ്മയുടെയൊക്കെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വലിയമ്മയുടെയൊക്കെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെയാണ് ഞാൻ വന്നത്. ഇവിടെ നിന്നാണ് അങ്ങ് കുറച്ച് മുൻപിൽ പോയിട്ട് ഇടത്തോട്ട് പോയാൽ കോട്ടൂർ, വലത്തേക്ക് പോയാൽ നമുക്ക് പൊടിയം വഴി നമുക്ക് പുത്തോട് വീട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എന്താ വലിയമ്മയുടെയൊക്കെ പഴയ വീട് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് വലിയമ്മയൊക്കെ പണ്ട് താമസിച്ചത്. ആ വീടെന്ന് പറയുന്നത് വലിയമ്മയൊക്കെ പണ്ട് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ ഇതിൻ്റെ മുറ്റത്ത് മറ്റേ ഈ കമ്പിളി നാരങ്ങ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു പഴം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ്ട് ഇതാണ്. പണ്ട് ഞങ്ങൾ വരുമ്പോൾ ഈ സ്ഥലത്തായിരുന്നു വലിയമ്മയുടെയൊക്കെ വീട്. ഇപ്പോൾ ഇവർ വീടൊക്കെ മാറി, വീട് മാറി ഇപ്പം തൊട്ടപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കമ്പിളി നാരങ്ങ കിട്ടി. ഇതെടുത്തിട്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് നേരെ യാത്ര ചെയ്യുകയാണ്. ഇനി കമലകത്തേക്ക് പോകണം. ഇവിടെയൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ഇരുന്ന് നമ്മളിനി തിരിച്ച് മുന്നിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഈ വീടിൻ്റെ ഭാഗമൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലം മാത്രമേ തണുപ്പുള്ളൂ. കുറച്ച് മേളിൽ ഈ ഭാഗമൊക്കെ നല്ല പാറക്കൂട്ടങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ വീട്ടിൻ്റെ ഭാഗമൊക്കെ, പുതിയ വീടിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ്. ഇതാണ് സോനു. ഇവന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര നാണമാണ്. കണ്ടോ? ഇവിടെ വാടാ, ഇവിടെ വാടാ. അങ്ങനെതാ വലിയമ്മയുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ ബൈക്ക് എടുത്തും കൊണ്ട് നേരെ ഇന്നലെ വൈകിട്ട് രാഹുലിൻ്റെ വീട്ടിലാണ് വന്നത്. രാഹുലിൻ്റെ വീടെന്ന് പറയുന്നത് കമലകം ആണ്. നമ്മുടെ ഊരിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഊരാണ് പൊടിയം കമലകം. എൻ്റെ ഊര് പൊത്തോട് നിന്ന് 4 കിലോമീറ്റർ ദൂരമാണ് കമലകത്തേക്കുള്ളത്. അപ്പോൾ കമലകം ഊരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മയിലാടും പാറ വരെ ഒന്ന് പോകണം. അവിടെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം കമലകത്തുനിന്ന് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് രാഹുൽ ഞാനും ചെറിയൊരു പരിപാടിയിലുണ്ട് അല്ലേ? എന്തിനാണ് നമ്മുടെ പരിപാടി? ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടിയാണ്. ഒരു കൂട്ട വോളണ്ടിയർമാരാണ് ഞാനും രാഹുൽ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ നല്ല കമ്പനിയാണ്. പിന്നെ പൈസയുടെ കാര്യം ഒന്നും പറയണ്ട, അത് കിട്ടുമില്ലെന്നൊരു പിടുത്തമില്ലല്ലേ? ഒരു പിടിയും ഇല്ലാതിരിക്കാണ്. കിട്ടുമായിരിക്കും, കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ. അപ്പം അതിൻ്റെ ചെറിയ അതിൻ്റെ ചെറിയ നേരത്തെ നിന്നവർക്ക് പോലും ബാലൻസ് കിട്ടാനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് വരും അല്ലേ? അപ്പം അന്ന് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം. അപ്പോൾ അത് മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് ലൈവ് പോവാം, വീഡിയോ എടുക്കുക, എല്ലാ പരിപാടിയുണ്ട്. ഓക്കെ, നമ്മൾ മേളിലോട്ട് പോയല്ലേ? ആ വീട്ടിൻ്റെ അങ്ങോട്ട് പോയല്ലേ? രാഹുലിൻ്റെ അനിയൻ ഇതിനകത്താണ് താമസിക്കുന്നത്. ഒരു അടിപൊളി ഒരു ഇറ ഷെഡാണ്. അപ്പോൾ ഇതിനകത്താണ് അവൻ താമസിക്കുന്നത്. നീ ഇവിടെ വന്ന് താമസിക്കാറുണ്ടോ ഈ വീട്ടിനകത്ത്? വീട്ടിൽ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് തൊട്ട് താഴെ രാഹുലിൻ്റെ വീടും. അത്യാവശ്യം നല്ല വേനലാണ്, കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്, നല്ല ചൂടാണ്. മയിലാടും പാറയിലും അതുപോലെ തന്നെ ആയിരിക്കും കാലാവസ്ഥകൾ. അങ്ങനെ നമ്മൾ കമലകം ഊരിലെ നമ്മുടെ രാഹുലിൻ്റെ കൃഷിയിടത്തുകൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ താഴെ നിന്ന് മയിലാടും പാറ വരെ ഒന്ന് പോയി കറങ്ങിയിട്ട് തിരിച്ചു വരാം. നല്ല വേനലൊക്കെയാണ്, അപ്പം കാലാവസ്ഥയൊക്കെ നല്ല മാറിക്കിടക്കുകയാണ്. അങ്ങനെ രാഹുലിൻ്റെ ഇവിടുത്തെ വാഴക്കൃഷികളുടെയൊക്കെ സൈഡിൽ കൂടെ നമുക്ക് എന്തായാലും ഒന്ന് മയിലാടും പാറ വരെ ഒന്ന് പോയി നോക്കാം. വേനലാണ്, വേനലാകുമ്പോഴുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് ഇന്നലെ ഞാൻ വന്നതാണേ. ഇന്നിപ്പം ഉച്ചയായിട്ടുണ്ട്. ഇപ്പോൾ കമലകത്തെ നമ്മുടെ രാഹുലിൻ്റെയൊക്കെ വീടിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കൃഷി വിളയൊക്കെ ഉണ്ട്. അതിലാണ് നമ്മൾ മയിലാടും പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു 3-4 വീഡിയോ ആയിരുന്നു തോന്നുന്നു മയിലാടും പാറയിൽ. പക്ഷേ ഇങ്ങനെയുള്ളൊരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചയും ഭംഗിയും ഒക്കെ നിങ്ങളൊന്ന്
കാണിച്ചു തരാം. വേനൽ സമയം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മൊത്തം ഭയങ്കരമായിട്ട് കരിഞ്ഞുണങ്ങി എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുന്ന അവസ്ഥയാണ് വേനലായി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ മുൻപിലോട്ട് പോയിട്ട് നമുക്കിവിടുത്തെ പാറാക്കെട്ടുകളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല വലിയ പാറകളൊക്കെയാണ് കാണുന്നത്. കമലകം ഊരിൽ നമ്മുടെ രാഹുലിൻ്റെയൊക്കെ വീടിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ഭയങ്കരമായിട്ടുള്ള പാറാക്കൂട്ടങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ പാറാക്കൂട്ടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കുമേ. നമ്മളിതാ മയിലാടും പാറയ്ക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് കണ്ടിട്ടുള്ള സ്ഥലമാണ് മയിലാടും പാറ. എപ്പോഴും ഈ കാട്ടിൽ കൂടെയൊക്കെ തന്നെയാണ് നടക്കാറ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പുറത്ത് പോയി വീഡിയോസ് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നുമല്ല. ഫുൾ സാമ്പത്തിക പ്രതിസന്ധി, അതാണ് വിഷയം. റെഗുലറായിട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. വീഡിയോസ് എടുക്കാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും അടുത്ത പണി വരും. എന്ത് പറയാൻ, അവസ്ഥകളാണ്. ഇന്നൊരു ദിവസം വന്നപ്പോൾ ഈ ഭാഗത്തൂടെയാണ് ഞാനും രാഹുലും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി പോയത്. അന്ന് മഴ സമയമൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയുള്ള മഴ സമയമൊന്നുമല്ല, കട്ട വേനലാണ്. കട്ട വേനലെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ പൊള്ളുന്ന വേനലാണ്. അന്ന് മയിലാടും പാറയൊക്കെ നമ്മൾ വന്നപ്പോൾ നല്ല പച്ചപ്പും ഭംഗിയൊക്കെ ആയിട്ട് കിടന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം മയിലാടും പാറയുടെ ഭംഗി എങ്ങനെയാണ്. കാടുകളെല്ലാം കാട്ടുതീ വെന്ത് നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഇങ്ങനെ കാട്ടുതീ ഇടുന്നതാണ്. ഈ മൃഗങ്ങൾക്ക് തീറ്റയില്ലാത്തത് കൊണ്ട് തന്നെ കാട്ടുതീയിട്ട് പുല്ലുകാടുകളെയൊക്കെ നശിപ്പിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം തിളിർത്ത് വരും. അപ്പോൾ അതിലൂടെ നമുക്ക് കാട്ടിലെ മൃഗങ്ങൾക്ക് ആഹാരം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാട്ടുതീ കത്തിക്കുന്നത്. വെന്ത് ഇവിടെ എല്ലാം പച്ചപ്പെല്ലാം നശിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയും കാട്ടുതീ വെന്ത് നശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാഹുൽ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ വീഡിയോ ഇട്ടിട്ടാണ് കാട്ടുതീ വെന്തതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അത് കാട്ടുതീ എന്തിനാണ് കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് തീറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാട്ടുതീകൾ കത്തിക്കുന്നത്. അതിലൂടെ കുറച്ച് മൃഗങ്ങൾക്ക് ആഹാരം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് നശിച്ചിട്ടുണ്ട്. രാഹുൽ എത്ര ദിവസമായി കാണും അവിടെ കാട്ടുതീ വന്നിട്ട്? ഇന്നലെ 2 ദിവസമായി കാണും. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെയല്ലേ? ഇത് കണ്ട കരിഞ്ഞു കിടക്കുന്ന ഇന്ന് കത്തിയ പോലെ ഇന്ന് കത്തിയതല്ലേ? ഇത് ഇന്നലെ കത്തിച്ചതാണ്. ഇന്നലെ കത്തിച്ചതാണ്. എന്തായാലും ഒരുപാട് ഏരിയ ഇങ്ങനെ കാട്ടുതീ വെന്ത് ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ മയിലാടും പാറയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കാട്ടാനാണ്ട വന്ന് ഇത് ആനപ്പിണ്ടമൊക്കെ വലിച്ചിട്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇതങ്ങനെ നമ്മൾ റിസർവോയറിൻ്റെ സൈഡിലൂടെയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് പേപ്പാറ ഡാമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വലിയൊരു ഡാമാണ്. നെയ്യാർ ഡാമുണ്ട്, അത് കഴിഞ്ഞ് പേപ്പാറ ഡാം. ഇത് ഏകദേശം കുറേ ഏരിയ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് മയിലാടും പാറയിൽ നിന്നും കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മളെപ്പോഴും മയിലാടും പാറ വരുന്നതാണ്. അപ്പം ഇപ്പോൾ പിന്നെ നമ്മൾ വലിയമ്മയുടെയൊക്കെ വീട്ടിൽ വന്നു, പിന്നെ രാഹുലിൻ്റെയൊക്കെ വീട്ടിൽ വന്നപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മയിലാടും പാറ വന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. കാട്ടുതീയൊക്കെ വന്ന് നശിച്ച് കിടക്കുന്ന ഈ കാട്ടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പം കാട്ടുതീ വേകുമ്പോഴേ പ്രധാനമായിട്ടും മരണപ്പെടുന്നൊരു ജീവി എന്ന് പറയുന്നത് ആമയാണ്. പാമ്പ് അത്തരത്തിലുള്ള ഇഴജന്തുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ഈ തീയിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ തന്നെ ഇതെല്ലാം പെട്ടെന്ന് ഇഴഞ്ഞു നീങ്ങും. പക്ഷേ കാട്ടിൽ ഏറ്റവും കൂടുതലും കാട്ടുതീ വേകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ആമ ആണ് കൂടുതലായിട്ടും ചത്ത് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ കത്തി നശിച്ച പോലെ നമുക്ക് കാണാം. കത്തി നശിച്ച പോലെയല്ല, കത്തി നശിച്ചതാണ്. ആരോ അക്കരെയൊക്കെ കിടന്ന് വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. ആനയ്ക്കാണോ പുഴയിൽ പോയതാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ആരൊന്നും കണ്ടില്ല. ഇവിടെ സെറ്റിൽമെൻറ്റിലുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ വെന്ത് നശിച്ചെങ്കിലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ മുതുക്ക് കാടുകളായിരിക്കും ഗൈസ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മുമ്പ് പച്ചപ്പായി കിടന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം ഇത്തരം തീയൊക്കെ വെന്തിട്ട് എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷമമുള്ള കാര്യമൊന്നുമല്ല. കാരണം തീ കത്തി ഇവിടെ എല്ലാം പുതിയ പുല്ലൊക്കെ തിളിർത്താലേ മൃഗങ്ങൾ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ ഇങ്ങനെ ഉള്ളിലോട്ട് പോവുള്ളൂ, വനങ്ങളിലേക്ക് കയറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ കൂടുതൽ മൃഗങ്ങൾ ഇറങ്ങും. ഇതിപ്പം സെറ്റിൽമെൻറ്റിന് അടുത്താണെങ്കിലും ഭയങ്കരമായിട്ട് ആനയൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ വരും, സെറ്റിൽമെൻറ്റിനകത്ത് വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. പാറ പോയിട്ട് തിരിച്ച് ഞങ്ങൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്.
അതിൽ വലിയമ്മയുടെ വീട്ടിലും പോയി, രാഹുലിൻ്റെ വീട്ടിലും പോയി. അതോടൊപ്പം നമ്മുടെ മയിലാടും പാറയും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റി ഈ ഒരു കാലാവസ്ഥയിൽ. അതിലെന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലേക്കൊന്നും ആർക്കും ഒന്ന് കാണാനോ വിസിറ്റിങ്ങിനോ ഒന്നും സാധിക്കുന്നതല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. മയിലാടും പാറയൊക്കെ പോയിട്ട് വന്ന് മരക്കൂട്ടങ്ങളുടെയൊക്കെ ഇടയിലൂടെയൊക്കെ നമ്മളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ പൊടിയം ഊരിൽ, അതായത് എൻ്റെ ഊരായ പൊത്തോട് നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് പൊടിയത്തേക്ക്. പൊടിയത്താണ് എൻ്റെ അമ്മയുടെ സഹോദരിയൊക്കെ താമസിക്കുന്നത്. അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഒരു വീടും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു 1 കിലോമീറ്ററോളം ദൂരമുണ്ട് രാഹുലിൻ്റെ ഊരിലേക്ക് എത്താനായിട്ട്. ഇത് കമലകം എന്ന് പറയും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മയിലാടും പാറ പോകുന്ന വഴിയിലാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ വലിയമ്മയുടെ വീടും എൻ്റെ വീടും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗർ രാഹുലിൻ്റെ വീടും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ രാഹുലിൻ്റെ വീട്ടിലാണ് പ്രധാനമായിട്ടും വരാറ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമാകുമ്പോൾ രാഹുലും തന്നെയാണ് വരാറ്. വന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. രാഹുലിൻ്റേതായ കണ്ടൻറ്റുകൾ വെച്ച് വീഡിയോ എടുക്കുന്നു, ഞാൻ എൻ്റേതായ കണ്ടൻറ്റിൽ വീഡിയോ എടുക്കുന്നു. പിന്നെ നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ചെറിയ കാഴ്ചകളാണ്, അതുപോലെ നിങ്ങൾ കണ്ട സ്ഥലങ്ങളാണ്. അതുപോലെ വീണ്ടും കാണിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. വേറെ വീഡിയോസൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ രീതിയിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടൻറ്റുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.